Good morning. Current affairs. January 10th. January 10th in the newspaper, വളരെ പ്രധാനപ്പെട്ട ന്യൂസ് ഉള്ള എന്താ വെച്ചാൽ പാർലമെന്റ് പാസസ് ബിൽ ടു പ്രൊവൈഡ് 10% കോട്ട ഫോർ പുവർ. അതായത് എക്കണോമിക്കലി ഈ നോൺ റിസർവ്ഡ് കാറ്റഗറിയിലുള്ള ആൾക്കാർ, ജനറൽ കാറ്റഗറിയിലുള്ള ആൾക്കാർ എന്ന് നമ്മൾ പറയുന്നത്, അവരിൽ എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് 10% റിസർവേഷൻ ഗവൺമെന്റ് ജോബിൽ പ്രൊവൈഡ് ചെയ്യുന്നതിനുള്ള കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റ് ഇന്നലെ പാർലമെന്റിൽ പാസ്സായി. ഇനി നിയമമായാണ്, രാജ്യസഭയിലും പാസ്സായി, ലോക്സഭയിലും പാസ്സായി. ഇനി അത് നിയമമാകത്തില്ല. ഇനി ഒരു കാര്യം കൂടെ വേണം. എന്താണെന്ന് വെച്ചാൽ സ്റ്റേറ്റുകളിലെ പകുതിയിൽ കൂടുതൽ സ്റ്റേറ്റുകളുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഇത് സപ്പോർട്ട് ചെയ്യും കൂടെ വേണം. പകുതിയിൽ കൂടുതൽ സ്റ്റേറ്റുകൾ എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ 29 സ്റ്റേറ്റുകളുണ്ട്. അപ്പൊ മിനിമം 15 സ്റ്റേറ്റുകളുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലീസ് ഇത് പാസ്സാക്കിയും കൂടെ ചെയ്ത് കഴിയുമ്പോൾ ഇന്ത്യയില് ഇത് നിയമമാകും. അപ്പോ റിസർവേഷൻ ജനറൽ കാറ്റഗറിയിലുള്ള ആൾക്കാർക്കും 10% ആൾക്കാരെ കിട്ടും. ഓൾറെഡി 50% റിസർവേഷൻ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റീസിനുണ്ട്. അതിന് ഇത് ടച്ച് ചെയ്യുന്നില്ല. ബാക്കി 50% ജനറൽ കാറ്റഗറിയിലുള്ള ആൾക്കാർക്കുള്ളതിൽ നിന്നാണ് ഈ 10% എടുത്തേക്കുന്നത്. അപ്പം ടോട്ടൽ റിസർവേഷൻ 60% ആകും. അതുകൊണ്ട് തന്നെ ജുഡീഷ്യൽ സ്ക്രൂട്ടിനി സർവൈവ് ചെയ്യുന്ന കാര്യത്തിൽ സംശയമുണ്ട്. കാരണം നമ്മളുടെ കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് റിസർവേഷൻ 50% കൂടുതൽ ആകാൻ പാടില്ല. അപ്പൊ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ അത് അലൗ ചെയ്യത്തും ഇല്ല. പല തവണ അത് പല കേസുകളിലും സുപ്രീം കോടതി അത് വീണ്ടും വീണ്ടും ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. റിസർവേഷൻ 50% കൂടുതൽ ആകാൻ പാടില്ല. അപ്പൊ ഇത് 60% ആയി കഴിഞ്ഞാല് സുപ്രീം കോടതിയിൽ അവരുടെ ഒരു ഇന്റർവെൻഷൻ വരാൻ ചാൻസ് ഉണ്ടെന്നാണ് പൊതുവെ പറയപ്പെടുന്നത്. അതുകൊണ്ട് ഇത് ജുഡീഷ്യൽ സ്ക്രൂട്ടിനി സർവൈവ് ചെയ്യുമെന്ന് അറിയത്തില്ല. ചെയ്താൽ നല്ല കാര്യം തന്നെയാണ്. കാരണം ബാക്ക്വേർഡ്നെസ് എല്ലാ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാരും അനുഭവിക്കുന്നുണ്ട്. അപ്പോ ഫോർവേഡ് കമ്മ്യൂണിറ്റിയിൽ ഉള്ള അൺറിസർവ്ഡ് കാറ്റഗറിയിലുള്ള ആൾക്കാരിലും ബാക്ക്വേർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് റിസർവേഷൻ കൊടുക്കുന്നതിൽ തെറ്റില്ല എന്നാണ് തോന്നുന്നത്. ഇത് കോൺസ്റ്റിറ്റ്യൂഷന്റെ 124ാമത് അമെന്റ്മെന്റ് ആണ്. 124th അമെന്റ്മെന്റ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഈ റിസർവേഷൻ ജനറൽ കാറ്റഗറിയിലുള്ള ആൾക്കാരെ കിട്ടാനുള്ള എലിജിബിലിറ്റി ക്രൈറ്റീരിയസിലെ ഏറ്റവും പ്രധാനമായിട്ട് പറയുന്നത് അവരുടെ ഫാമിലി ഇൻകം ഒരു വർഷത്തിൽ 8 ലക്ഷം രൂപ ക്രോസ് ചെയ്യാൻ പാടില്ല. 8 ലക്ഷം രൂപയിൽ താഴെ ഫാമിലി ഇൻകം ഉള്ളവർക്ക് ഇത് കിട്ടുള്ളൂ. രണ്ടാമതായിട്ട് 1000 സ്ക്വയർ ഫീറ്റിൽ കൂടുതൽ വലിപ്പമുള്ള വീട് ഉണ്ടാകാൻ പാടില്ല. അതുപോലെ 5 ഏക്കർ അഗ്രികൾച്ചർ ലാൻഡ് സ്വന്തമായിട്ട് ഹോൾഡ് ചെയ്യാനും പാടില്ല. ഈ 3 ക്രൈറ്റീരിയാസിൽ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആൾക്കാർക്കാണ് ഈ റിസർവേഷൻ കിട്ടുന്നത്. അപ്പൊ അത് ഒരു വലിയ ന്യൂസ് ആയിട്ട് ഹിന്ദുവിന്റെ ഫ്രണ്ട് പേജിലുണ്ട്. പിന്നെ മറ്റു ന്യൂസുകളൊന്നും നമുക്ക് ആവശ്യമുള്ളതല്ല. പിന്നെ ബാഫ്ത എന്ന് പറയുന്ന ഒരു അവാർഡിനെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. ബാഫ്ത എന്ന് പറഞ്ഞാൽ ബ്രിട്ടീഷ് അക്കാഡമി ഓഫ് ഫിലിം ആൻഡ് ടെലിവിഷൻ ആർട്സ് എന്നാണ്. ബ്രിട്ടീഷ് അക്കാഡമി ഓഫ് ഫിലിം ആൻഡ് ടെലിവിഷൻ ആർട്സ്. അപ്പൊ ബാഫ്ത എന്ന് പറഞ്ഞാല് ഫിലിം അവാർഡ്സ് ആണ്. അത് ഓസ്കാറിന് മുമ്പായിട്ട് എല്ലാ വർഷവും ഡിക്ലെയർ ചെയ്യുന്ന അവാർഡാണ്. മിക്കവാറും ബാഫ്തയെ കിട്ടുന്ന ആൾക്കാർക്ക് തന്നെയായിരിക്കും ഓസ്കാറും കിട്ടുന്നത്. അതുപോലെ വേറൊരു വളരെ ഫേമസ് ആയിട്ടുള്ള ഫിലിം അവാർഡാണ് ഗോൾഡൻ ഗ്ലോബ്. അത് ഓൾറെഡി ഡിക്ലെയർ ചെയ്ത് കഴിഞ്ഞു, ഗോൾഡൻ ഗ്ലോബ് അവാർഡ്. ആമസോണിന്റെ സിഇഒ ജെഫ് ബിസോസിന്റെ ഒരു ഫോട്ടോ ഉണ്ടെന്നത് ഹിന്ദുവില്ല. ആമസോണിന്റെ സിഇഒ ആണ് ജെഫ് ബിസോസ്. വേൾഡിലെ ലാർജസ്റ്റ് ഓൺലൈൻ ഇ കൊമേഴ്സ് കമ്പനി ആമസോൺ. ജെഫ് ബിസോസ് ആണ് വേൾഡിലെ റിച്ചസ്റ്റ് മാൻ. അതുപോലെ ജെഫ് ബിസോസിന്റെ ആമസോൺ കഴിഞ്ഞ ആഴ്ചയിൽ ലോകത്തിലെ മോസ്റ്റ് വാല്യുബിൾ കമ്പനിയായി മാറുകയും ചെയ്തു. വേൾഡിലെ മോസ്റ്റ് വാല്യുബിൾ കമ്പനി ആപ്പിൾ ആയിരുന്നു ഒരുപാട് വർഷം. ഇപ്പൊ ആ സ്ഥാനം അവർക്ക് നഷ്ടപ്പെട്ടു. ഇപ്പൊ അവർ 4ാം സ്ഥാനത്താണ്. 1ാം സ്ഥാനത്ത് ആമസോണും, 2ാം സ്ഥാനത്ത് മൈക്രോസോഫ്റ്റ്, 3ാം സ്ഥാനത്ത് ഗൂഗിളിന്റെ ആൽഫബറ്റ് ആണ് ഇപ്പൊ ഗൂഗിളിന്റെ പേരന്റ് കമ്പനി. അപ്പൊ ആൽഫബറ്റുമാണ്. പിന്നീട് നാഡയെ കുറിച്ചൊരു ന്യൂസ് ഉണ്ട്. നാഡ, നാഷണൽ ആന്റി ഡോപ്പിംഗ് ഏജൻസി. അതായത് സ്പോർട്സിൽ ഡ്രഗ്സ് യൂസ് ചെയ്യുന്നതിന് അഗേൻസ്റ്റ് ആയിട്ടുള്ള ഇന്ത്യയുടെ ഏജൻസിയാണ് നാഡ, നാഷണൽ ആന്റി ഡോപ്പിംഗ് ഏജൻസി. വേൾഡില് അത് WAD ആണ്, വാഡ, വേൾഡ് ആന്റി ഡോപ്പിംഗ് ഏജൻസി. ഇന്ത്യയിലെ യൂത്തിന്റെ ഇടയിൽ സ്പോർട്സിനോടുള്ള ഇൻട്രസ്റ്റ് വളർത്താൻ വേണ്ടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ നടത്തുന്ന സ്പോർട്സ് ഒരു ഗെയിംസ് ആയ ഖേലോ ഇന്ത്യ ഇന്ത്യയിൽ വീണ്ടും സ്റ്റാർട്ട് ചെയ്തു. എല്ലാ വർഷം കഴിഞ്ഞ വർഷം മുതലാണ് സ്റ്റാർട്ട് ചെയ്തത്. ഖേലോ ഇന്ത്യ പൂനെയിലാണ് അത് സ്റ്റാർട്ട് ചെയ്തത്. ഇന്നലെ അത് ഇനാഗുറേറ്റ് ചെയ്തു. മഹാരാഷ്ട്രയുടെ ചീഫ് മിനിസ്റ്റർ ദേവേന്ദ്ര ഫഡ്നാവിസ്, ഇന്ത്യയുടെ സ്പോർട്സ് മിനിസ്റ്റർ രാജ്യവർദ്ധൻ സിംഗ് റാത്തോർ, ഇവരെല്ലാവരും അറ്റൻഡ് ചെയ്യുന്ന ഒരു ഫോട്ടോ കിട്ടുന്നത് ന്യൂസ് പേപ്പറിൽ. രാജ്യവർദ്ധൻ സിംഗ് റാത്തോർ ഇന്ത്യയുടെ ഫസ്റ്റ് സ്പോർട്സ് മിനിസ്റ്ററാണ്. സ്പോർട്സ് ഫീൽഡിൽ നിന്ന് വരുന്ന ഒളിമ്പിക്സിൽ മെഡൽ വിന്നറാണ് രാജ്യവർദ്ധൻ സിംഗ് റാത്തോർ. അതുപോലെ ഇന്ത്യയുടെ നാഷണൽ ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പ് കഴിഞ്ഞു. മെയിൽ വിഭാഗത്തിൽ ശരത് കമൽ ചാമ്പ്യനായി. ശരത് കമൽ മെയിൽ ചാമ്പ്യൻ. ഫീമെയിൽ ചാമ്പ്യൻ അർച്ചന കാമത്ത് ആണ്. അർച്ചന കാമത്ത്. നാഷണൽ ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പില് മെയിൽ ചാമ്പ്യൻ ശരത് കമലും ഫീമെയിൽ ചാമ്പ്യൻ അർച്ചന കാമത്ത്.
ആഫ്രിക്കൻ പ്ലെയർ ഓഫ് ദ ഇയർ, ആഫ്രിക്കൻ ഫുട്ബോളർ ഓഫ് ദ ഇയർ ആയിട്ട് മുഹമ്മദ് സല വീണ്ടും ഈ വർഷവും സെലക്ട് ചെയ്യപ്പെട്ടു. ഈജിപ്ഷ്യൻ ഫുട്ബോൾ പ്ലെയർ ആണ് മുഹമ്മദ് സല, SALAH. ആഫ്രിക്കൻ ഫുട്ബോളർ ഓഫ് ദ ഇയർ ആണ്. അതുപോലെ ഞാൻ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. ഏഷ്യ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് നടന്നുകൊണ്ടിരിക്കുന്നു. യുണൈറ്റഡ് അറബ് എമിറേറ്റ്സിൽ വെച്ച്, UAE വെച്ചാണ് ഏഷ്യ കപ്പ് ഫുട്ബോൾ ടൂർണമെന്റ് നടക്കുന്നത്. അതുപോലെ ഹരേന്ദ്ര സിംഗ് ഇന്ത്യൻ ഹോക്കി ടീമിന്റെ സീനിയർ ഹോക്കി ടീമിന്റെ പരിശീലക സ്ഥാനത്ത് നിന്ന് പുറത്തായി. ഇന്ത്യൻ ഹോക്കി ടീമിന്റെ കോച്ചായിരുന്നു ഹരേന്ദ്ര സിംഗ്. പക്ഷെ അദ്ദേഹത്തിന് ഇന്ത്യൻ ജൂനിയർ ഹോക്കി ടീമിന്റെ കോച്ചായിട്ട് അപ്പോയിന്റ് ചെയ്തു. പകരം ജൂനിയർ ഹോക്കി ടീമിന്റെ കോച്ചായിട്ട് അപ്പോയിന്റ് ചെയ്തു. പിന്നീട് മറ്റൊരു ന്യൂസ്, ഇൻഡസ്ഇൻഡ് ബാങ്ക്, ഇന്ത്യയിലെ പ്രധാനപ്പെട്ട പ്രൈവറ്റ് സെക്ടർ ബാങ്കാണ് ഇൻഡസ്ഇൻഡ് ബാങ്ക്. ഇൻഡസ്ഇൻഡ് ബാങ്കിന്റെ സിഇഒയും മാനേജിംഗ് ഡയറക്ടറാണ് രമേശ് സോപ്തി. സിഇഒ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ ഓഫ് ഇൻഡസ്ഇൻഡ് ബാങ്ക് റൊമേഷ് ROMESH ആണ്. റൊമേഷ് സോപ്തി SOBTI. പിന്നീട് GST കൌൺസിൽ, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ പോളിസി ഡിസിഷൻസ് എടുക്കാൻ എംപവേർഡ് ആയിട്ടുള്ള കൌൺസിലാണ് GST കൌൺസിൽ. ചെയർമാൻ ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ. അപ്പൊ GST ആയിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പോളിസി ഡിസിഷൻസ് എടുക്കണമെന്നുണ്ടെങ്കിൽ GST കൌൺസിലിന് മാത്രമേ പറ്റുള്ളൂ. അതിന്റെ ചെയർമാൻ ഫിനാൻസ് മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ആണ്. അതുപോലെ വേൾഡ് ബാങ്കിന്റെ പ്രഡിക്ഷൻ വന്നിരിക്കുന്നു. വേൾഡ് ബാങ്കിന്റെ പ്രഡിക്ഷൻ അനുസരിച്ച് ഇന്ത്യയുടെ GDP ഈ വർഷം 2018-19 ഫിനാൻഷ്യൽ ഇയർ ഇന്ത്യയുടെ GDP 7.3% ഗ്രോ ചെയ്യുമെന്നാണ്. ഇന്ത്യയുടെ GDP 7.3% ഗ്രോ ചെയ്യും ദിസ് ഇയറിൽ, ഈ ഫിനാൻഷ്യൽ ഇയറിൽ എന്നാണ് അവരുടെ പ്രഡിക്ഷൻ. അതുപോലെ അടുത്ത ഇയേഴ്സിൽ, അടുത്ത 2 വർഷം 7.5% ഗ്രോ ചെയ്യുമെന്നാണ് പറയുന്നത്. 7.5%. അപ്പൊ 7.3% ഈ വർഷം, 7.5% അടുത്ത 2 വർഷങ്ങളിൽ എന്നാണ് പ്രഡിക്ഷൻ ആരുടെ, വേൾഡ് ബാങ്കിന്റെ. GMS ഗോൾഡ് മോണിറ്റൈസേഷൻ സ്കീം. ഗോൾഡ് മോണിറ്റൈസേഷൻ സ്കീം എന്ന് പറഞ്ഞാൽ സെൻട്രൽ ഗവൺമെന്റ് ഒരു സ്കീമുണ്ട്. അതിനാണ് GMS എന്ന ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്നത്. അതുപോലെ SGB എന്നുള്ള ഷോർട്ട് ഫോമിൽ അറിയപ്പെടുന്ന ഗവൺമെന്റ് ഗോൾഡുമായിട്ട് ബന്ധപ്പെട്ട ഒരു സ്കീമാണ് സോവറിൻ ഗോൾഡ് ബോണ്ട് സ്കീം, SGB. അതും ഗോൾഡുമായിട്ട്, അപ്പൊ ഗോൾഡ് മോണിറ്റൈസേഷൻ സ്കീം GMS സെൻട്രൽ ഗവൺമെന്റ് സ്കീമാണ്. അതുപോലെ SGB സോവറിൻ ഗോൾഡ് ബോണ്ട് സ്കീം, SGB. അത് രണ്ടും സെൻട്രൽ ഗവൺമെന്റ് ഗോൾഡുമായിട്ട് ബന്ധപ്പെട്ട 2 സ്കീംസ് ആണ് അറിഞ്ഞിരിക്കുക. അതുപോലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഇപ്പൊ പുതുതായിട്ടൊരു കാര്യം, ഇന്ത്യയിലെ കാർഡ് പേയ്മെന്റ് പ്രൊവൈഡേഴ്സ്, അതായത് നമ്മളെ വിസ, മാസ്റ്റർ കാർഡ് അല്ലെങ്കിൽ റുപ്പേ അതൊക്കെ പോലുള്ള കമ്പനീസ് ആണ് കാർഡ് പേയ്മെന്റ് പ്രൊവൈഡേഴ്സ് എന്ന് അറിയപ്പെടുന്നത്. അവര് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ അലോ ചെയ്തു കാർഡ് പേയ്മെന്റ് പ്രൊവൈഡേഴ്സ് ടു ഓഫർ ടോക്കണൈസേഷൻ സർവീസസ്. ടോക്കണൈസേഷൻ സർവീസ് എന്ന സർവീസ് സ്റ്റാർട്ട് ചെയ്യാൻ അല്ലെങ്കിൽ അത് കസ്റ്റമേഴ്സിന് ഓഫർ ചെയ്യാൻ RBI ഇന്ത്യയിലെ കാർഡ് പേയ്മെന്റ് പ്രൊവൈഡേഴ്സിന് അലോ ചെയ്തു. പക്ഷെ അവർ RBI എന്നിട്ട് പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ ടോക്കണൈസേഷൻ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നതിന് കസ്റ്റമേഴ്സിനെ ചാർജ് ചെയ്യാൻ പാടില്ല. കസ്റ്റമേഴ്സിന്റെ ചാർജ് ഒന്നും ഈടാക്കാൻ പാടില്ല, പക്ഷെ ഇങ്ങനെ ഒരു സർവീസ് പ്രൊവൈഡ് ചെയ്യാൻ. ഈ ടോക്കണൈസേഷൻ സർവീസ് ഇതിനെ കുറിച്ച് കൂടുതൽ പറഞ്ഞാണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. പക്ഷെ മനസ്സിലായ ഒരു കാര്യം, ടോക്കണൈസേഷൻ ഇൻവോൾവ്സ് എ പ്രോസസ് ഇൻ വിച്ച് എ യുണീക് ടോക്കൺ മാസ്ക് സെൻസിറ്റീവ് കാർഡ് ഡീറ്റെയിൽസ് ലൈക്ക് കാർഡ് ആൻഡ് CVV നമ്പർ. നമ്മളുടെ കാർഡിന്റെ നമ്പർ, അതുപോലെ കാർഡിൽ തന്നെ CVV നമ്പർ, ഇതെല്ലാം ഒരു ട്രാൻസാക്ഷന്റെ സമയത്ത് ഒരു ടോക്കൺ ഉപയോഗിച്ച് മാസ്ക് ചെയ്യും. അതാണ് അതിൽ നടക്കുന്നത്. അപ്പൊ നമ്മളുടെ കാർഡ് പേയ്മെന്റ് കുറച്ചുകൂടെ സേഫ് ആൻഡ് സെക്യൂർ ആവും. ഇപ്പൊ കാർഡ് പേയ്മെന്റിൽ ഒരുപാട് ഫിനാൻഷ്യൽ ഫ്രോഡ്സ് നടക്കുന്ന സമയമാണ്, ചീറ്റിംഗ് ഒക്കെ. അപ്പൊ നമ്മളുടെ കാർഡിന്റെ സെൻസിറ്റീവ് ഇൻഫർമേഷൻസ് ലൈക്ക് കാർഡ് നമ്പർ, CVV നമ്പർ എക്സെട്ര വിൽ ബി മാസ്ക്ഡ് യൂസിംഗ് എ ടോക്കൺ ജനറേറ്റഡ് ബൈ ദ കാർഡ് പേയ്മെന്റ് പ്രൊവൈഡർ. അതാണ് ടോക്കണൈസേഷൻ സർവീസ് പറയുന്നത്. പക്ഷെ അതിന് ചാർജ് ചെയ്യാൻ പാടില്ലെന്നാണ് RBI പറഞ്ഞിരിക്കുന്നത്. UNHCR, United Nations High Commission for Refugees. United Nationsന്റെ ഒരു ഓർഗനൈസേഷൻ ആണ് UNHCR, United Nations High Commission for Refugees. അയത്തുള്ള അലി ഖമേനി, സുപ്രീം ലീഡർ ഓഫ് ഇറാൻ. ഇറാൻ എന്ന് പറയുന്ന ഷിയ മുസ്ലിം കൺട്രിയുടെ സുപ്രീം ലീഡറാണ് അയത്തുള്ള അലി ഖമേനി. AYATOLLAH, അയത്തുള്ള അലി ഖമേനി, KHAMENEI. അഫ്ഗാനിസ്ഥാന്റെ CEO അബ്ദുള്ള. അഫ്ഗാനിസ്ഥാന്റെ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ CEO ആണ് അബ്ദുള്ള. അതുപോലെ പാർലമെന്റിൽ സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ബില്ല് 2016 പാസ്സായി. അത് ഓൾറെഡി ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്. സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ബിൽ 2016 പാർലമെന്റിൽ പാസ്സായി. അതെന്താണെന്ന് വെച്ചാൽ എനിക്ക് പറഞ്ഞിട്ടുള്ളതാണെന്നാലും കൂടെ പറയാം. ബംഗ്ലാദേശിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാനിൽ നിന്നും വരുന്ന
മൈനോറിറ്റി കമ്മ്യൂണിറ്റീസ്, അവിടുത്തെ മൈനോറിറ്റീസ് എന്ന് പറഞ്ഞാൽ ഹിന്ദുസ്, ക്രിസ്ത്യൻസ്, സിഖുകാര്, പാഴ്സികള്, ജൈനമതക്കാര്, ബുദ്ധമതക്കാരൊക്കെയാണ്. ഇവര് ഇന്ത്യയിലേക്ക് വന്നാൽ അവരവിടെ പീഡനങ്ങൾ നേരിട്ടിട്ടാണ് ഇന്ത്യയിലേക്ക് വരുന്നുണ്ടെങ്കിൽ അവർക്ക് സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നതിനുള്ള ബില്ലാണ് സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ബിൽ 2016 പാർലമെന്റിൽ പാസ്സായി കഴിഞ്ഞു. രാജസ്ഥാന്റെ ചീഫ് മിനിസ്റ്റർ എല്ലാവർക്കും അറിയാം, അശോക് ഗെഹ്ലോട്ട്. രാജസ്ഥാന്റെ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ സച്ചിൻ പൈലറ്റ് ആണ്. രാജസ്ഥാന്റെ ചീഫ് മിനിസ്റ്റർ അശോക് ഗെഹ്ലോട്ട്, ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ സച്ചിൻ പൈലറ്റ്. റൈസിന ഡയലോഗ്, RAISINA, റൈസിന ഡയലോഗ്. റൈസിന ഡയലോഗ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് നടത്തുന്ന ആനുവലി നടത്തുന്ന ഒരു ഡയലോഗാണ്. വേൾഡിൽ നിന്നുള്ള പല രാജ്യങ്ങളിൽ നിന്നുള്ള ടോപ്പ് റൂളേഴ്സോ അല്ലെങ്കിൽ അവിടുത്തെ ഡിപ്ലോമാറ്റ്സോ ഒക്കെ ഇന്ത്യയിൽ വന്ന് ഈ പ്രോസസ്സിൽ പങ്കെടുക്കും. ഇതൊരു ഡയലോഗാണ്, പരസ്പരമുള്ള ആശയ സംവാദമാണ്. റൈസിന ഡയലോഗ് ഇന്ത്യയുടെ മിനിസ്ട്രി ഓഫ് എക്സ്റ്റേണൽ അഫയേഴ്സ് ആണ് നടപ്പാക്കുന്നത്. ഇറാന്റെ ഫോറിൻ മിനിസ്റ്റർ ആണ് ജവാദ് സരീഫ്. അദ്ദേഹം ഈ മീറ്റിംഗിൽ പങ്കെടുക്കേണ്ടി വന്നിട്ടുണ്ട്. JAVAD ജവാദ് സരീഫ്, ZARIF. അതുപോലെ നോർവേയുടെ പ്രൈം മിനിസ്റ്റർ ഇതിൽ പങ്കെടുക്കാൻ ഇതിൽ വന്നിട്ടുണ്ട്. വേൾഡിലെ ഏറ്റവും ഡെവലപ്ഡ് ആയിട്ടുള്ള കൺട്രീസ് ഒരെണ്ണമാണ് നോർവേ. നോർവേയുടെ പ്രൈം മിനിസ്റ്റർ ആണ് എർണ സോൾബർഗ്, ഫീമെയിൽ ആണ്. ERNA എർണ സോൾബർഗ്, SOLBERG. ക്വാഡ്, QUAD, ക്വാഡ്. ഇന്ത്യ, USA, ജപ്പാൻ ആൻഡ് ഓസ്ട്രേലിയ. ഇന്ത്യ, USA, ജപ്പാൻ ആൻഡ് ഓസ്ട്രേലിയ. ഈ 4 രാജ്യങ്ങൾ ചേർന്നാണ് ക്വാഡ് എന്നറിയപ്പെടുന്നത്. അതൊരു ഗ്രൂപ്പാണ്. ഈ 4 രാജ്യങ്ങളുടെ ചേർന്നൊരു ഗ്രൂപ്പാണ് ക്വാഡ്. ഇന്ത്യ, USA, ജപ്പാൻ ആൻഡ് ഓസ്ട്രേലിയ. മാസ് മെസ്സേജിംഗ് എന്നാണ് ഹിന്ദുവിലെ ഫസ്റ്റ് എഡിറ്റോറിയൽ ഇന്നത്തെ. മാസ് മെസ്സേജിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ BJP സെൻട്രൽ ഗവൺമെന്റ് പിന്നീട് ഇന്നലെ പാസാക്കിയ ബില്ല്, സിറ്റിസൺഷിപ്പ് അമെന്റ്മെന്റ് ബിൽ 2016, ആസാമിലേക്കും അല്ലെങ്കിൽ മറ്റ് നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റുകളിലൊക്കെ സെറ്റിൽ ചെയ്തിരിക്കുന്ന പാകിസ്ഥാനിൽ നിന്ന്, ബംഗ്ലാദേശിൽ നിന്ന്, അഫ്ഗാനിസ്ഥാനിൽ നിന്നുള്ള മൈനോറിറ്റി കമ്മ്യൂണിറ്റീസിന് സിറ്റിസൺഷിപ്പ് കൊടുക്കുന്നതിനുള്ള ബില്ല് പാസ്സാക്കുക വഴി അവിടെ ഉണ്ടാവുന്ന കോൺസിക്വൻസസ്, അതിനെക്കുറിച്ചാണ് ഹിന്ദുവിലെ ഫസ്റ്റ് എഡിറ്റോറിയൽ. പിന്നെ കൊറിയൻ കൺസെൻസസ് എന്ന് പറയുന്ന ഒരു എഡിറ്റോറിയൽ ഉണ്ട്. കൊറിയൻ കൺസെൻസസ് എന്ന് പറഞ്ഞ എഡിറ്റോറിയൽ കിം ജോങ് അൺ നോർത്ത് കൊറിയയുടെ പ്രസിഡന്റ് ആണ്. കിം ജോങ് അൺ അദ്ദേഹവും ചൈനയുടെ പ്രസിഡന്റ് സി ജിൻപിങ്ങും തമ്മിൽ ഇന്നലെ ഒരു മീറ്റിംഗ് നടന്നു. അപ്പൊ അത് US-ന്റെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപുമായിട്ട് നോർത്ത് കൊറിയയുടെ പ്രസിഡന്റ് കിം ജോങ് അൺ സെന്റോസ ഐലൻഡ് സിംഗപ്പൂരിൽ വെച്ച് കഴിഞ്ഞ വർഷം ജൂണിൽ നടത്തിയ മീറ്റിംഗിന് ശേഷം വീണ്ടും ട്രംപുമായിട്ട് നോർത്ത് കൊറിയയുടെ പ്രസിഡന്റിന് ഒരു മീറ്റിംഗ് വരികയാണ്. അപ്പൊ അതിന് മുന്നോടിയായിട്ടുള്ള അതിന്റെ അജണ്ട ഡിസൈഡ് ചെയ്യുന്ന ഒരു മീറ്റിംഗ് ആയിരുന്നു ചൈനയുടെ പ്രസിഡന്റുമായിട്ട് ഈ നോർത്ത് കൊറിയയുടെ പ്രസിഡന്റ് കിം ജോങ് അൺ നടത്തിയത്. അതിനെക്കുറിച്ചുള്ള എഡിറ്റോറിയലാണ് സെക്കൻഡ് എഡിറ്റോറിയൽ. പിന്നെ വെങ്കട്ടരാമൻ രാമകൃഷ്ണന്റെ ഫോട്ടോ, അദ്ദേഹമായിട്ട് ഇന്റർവ്യൂ ഉണ്ട്. വെങ്കട്ടരാമൻ രാമകൃഷ്ണൻ ഇന്ത്യയുടെ നോബൽ പ്രൈസ് വിന്നറാണ്. കെമിസ്ട്രിയിൽ നോബൽ പ്രൈസ് വിൻ ചെയ്ത ഇന്ത്യക്കാരനാണ് വെങ്കട്ടരാമൻ രാമകൃഷ്ണൻ. അതുപോലെ അലോക് വർമ്മയെ സുപ്രീം കോടതി വീണ്ടും CBI ഡയറക്ടറായിട്ട് അപ്പോയിന്റ് ചെയ്ത കാര്യമാണ് മറ്റൊരു വലിയ ന്യൂസ് ആയിട്ട് ഉള്ളത് ഹിന്ദുവില്. അലോക് വർമ്മ CBI ഡയറക്ടർ. പിന്നീട് ട്രാൻസിറ്റിംഗ് എക്സോപ്ലാനറ്റ് സർവേ സാറ്റലൈറ്റ് TESS എന്നാണ് ഷോർട്ട് ഫോം. TESS അതിന്റെ എക്സ്പാൻഷൻ ട്രാൻസിറ്റിംഗ് എക്സോപ്ലാനറ്റ് സർവേ സാറ്റലൈറ്റ് എന്ന് പറയുന്നത് നാസയുടെ പ്ലാനറ്റ് ഹണ്ടിംഗ് പ്രോബാണ്. അതായത് പുതിയ പുതിയ പ്ലാനറ്റുകളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ട് നാസ അയച്ചേക്കുന്ന പ്രോബിന്റെ പേരാണ് TESS. അതുപോലെ നാഷണൽ ടേബിൾ ടെന്നീസ് ചാമ്പ്യൻഷിപ്പിലെ മിക്സഡ് ഡബിൾസ് ടൈറ്റിൽ ശരത് കമൽ മനിക ബത്ര പെയർ വിൻ ചെയ്തു. ശരത് കമൽ പെയർ വിൻ ചെയ്തു. ICC ടെസ്റ്റ് ക്രിക്കറ്റ് റാങ്കിങ്ങിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് ഏറ്റവും ഉയർന്ന റാങ്കിംഗ് കൈവരിച്ച ഇന്ത്യയുടെ വിക്കറ്റ് കീപ്പർ ബാറ്റ്സ്മാൻ ആണ് ഋഷഭ് പന്ത്. ഇപ്പോഴത്തെ വിക്കറ്റ് കീപ്പറാണ് ഋഷഭ് പന്ത്. ഞാൻ പറഞ്ഞു അദ്ദേഹത്തിന്റെ ICC വേൾഡ് റാങ്കിങ്ങിൽ 17 സ്ഥാനമാണ്. പക്ഷെ ഇന്ത്യയുടെ ഒരു വിക്കറ്റ് കീപ്പറും 17ാം റാങ്കിങ്ങിന് മുകളിലേക്ക് പോയിട്ടില്ല. അപ്പൊ ഒരു ഇന്ത്യൻ വിക്കറ്റ് കീപ്പർ അച്ചീവ് ചെയ്ത ഏറ്റവും കരിയർ ബെസ്റ്റ് റാങ്കിങ് ICCയുടെ റാങ്കിങ്ങിൽ 17ാം സ്ഥാനമാണ്. അതാണ് ഋഷഭ് പന്ത് അച്ചീവ് ചെയ്തിരിക്കുന്നത്. ഒരു പക്ഷെ അതിന് മുകളിലേക്ക് പോകുമായിരിക്കും. കാരണം അത് നല്ലൊരു പൊട്ടൻഷ്യൽ പ്ലെയർ ആണെന്ന് പ്രൂവ് ചെയ്ത ഒരു പ്ലെയർ ആണ്. അതുപോലെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഒരു പുതിയ കമ്മിറ്റി ഉണ്ടാക്കി. ആ കമ്മിറ്റി വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതുകൊണ്ട് തന്നെ ഹെഡിനെ പഠിച്ചിരിക്കണം. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ has set up a 5-member committee headed by Infosys chairman നന്ദൻ നിലേക്കനി. അപ്പൊ ഇൻഫോസിസിന്റെ ചെയർമാൻ നന്ദൻ നിലേക്കനി ആണെന്നും കൂടെ അതിന്റെ കൂടെ പഠിക്കുക.
ഇൻഫോസിസിന്റെ ചെയർമാൻ നന്ദൻ നിലേക്കനിയുടെ ചെയർമാനായിട്ട് ഒരു കമ്മിറ്റി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ സെറ്റപ്പ് ചെയ്തു. എന്തിനാന്ന് വെച്ചാൽ ടു സജസ്റ്റ് എ സ്ട്രാറ്റജി ഫോർ ഡീപ്പനിങ് ഓഫ് ഡിജിറ്റൽ പേയ്മെന്റ്സ് ഇൻ ദ കൺട്രി. ഇന്ത്യയിലെ ഡിജിറ്റൽ പേയ്മെന്റ്സ്, കാർഡ് ഉപയോഗിച്ചും ഒക്കെയുള്ള പേയ്മെന്റ്സ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇപ്പം തന്നെ അതിന് നല്ല ഇംപ്രൂവ്മെന്റ് ഉണ്ട്. ബട്ട് RBI വാണ്ട് ടു എൻഹാൻസ് ഇറ്റ് മോർ. അപ്പൊ കൂടുതൽ മേഖലയിലേക്ക് അത് പെനട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനുള്ള സജഷൻസ് തരാൻ വേണ്ടി ഒരു 5-member കമ്മിറ്റി RBI അപ്പോയിന്റ് ചെയ്തു. ആൻഡ് ഇറ്റ്സ് ചെയർമാൻ ഈസ് ഇൻഫോസിസ് ചെയർമാൻ നന്ദൻ നിലേക്കനി. അതുപോലെ IMF ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ടിന്റെ ആദ്യത്തെ വുമൻ ചീഫ് എക്കണോമിസ്റ്റ് ആയിട്ട് ഇന്ത്യക്കാരിയായ ഗീത ഗോപിനാഥ് ജോയിൻ ചെയ്തു. മൈസൂർ ബോൺ ഗീത ഗോപിനാഥ് ഹാസ് ജോയിൻഡ് ഇന്റർനാഷണൽ മോണിറ്ററി ഫണ്ട് ആസ് ഇറ്റ്സ് ചീഫ് എക്കണോമിസ്റ്റ്, becoming the first woman to occupy the top IMF post. അതാണ് മറ്റൊരു ന്യൂസ്. പിന്നെ RBIയുടെ മറ്റൊരു കമ്മിറ്റി ഉണ്ട്, ബിമൽ ജലാൻ കമ്മിറ്റി. അതും ഇമ്പോർട്ടന്റ് ആണ്. ആ ബിമൽ ജലാൻ കമ്മിറ്റി ഞാൻ ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അത് അവരുടെ ക്യാപിറ്റൽ ഫ്രെയിംവർക്കിനെ കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ക്യാപിറ്റൽ ഫ്രെയിംവർക്കിനെ കുറിച്ച് പഠിക്കാൻ വേണ്ടിയിട്ട് അപ്പോയിന്റ് ചെയ്ത കമ്മിറ്റിയാണ് ഫോമർ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ഗവർണറായ ബിമൽ ജലാന്റെ നേതൃത്വത്തിലുള്ള കമ്മിറ്റി. ബിമൽ ജലാൻ, BIMAL, ബിമൽ ജലാൻ, JLAN. US സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മൈക്ക് പോംപിയോ, US സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് മൈക്ക് പോംപിയോ. ടർക്കിയുടെ പ്രസിഡന്റ് റിസെപ് തായിപ് എർഡോഗാൻ, RECEP, റിസെപ് തായിപ്, TAYYIP, തായിപ് എർഡോഗാൻ, ERDOGAN, എർഡോഗാൻ, ടർക്കിയുടെ പ്രസിഡന്റ്. ാമത് ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് ഇപ്പൊ നടന്നു. 106th ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് നടന്നത് ജലന്ധറിലാണ്. പഞ്ചാബിലെ ജലന്ധറിൽ വെച്ച് ഇന്ത്യയുടെ 106th ഇന്ത്യൻ സയൻസ് കോൺഗ്രസ് കഴിഞ്ഞു. 106ാം വർഷമാണ് നടക്കുന്നത്. ചിൽഡ്രൻ സയൻസ് കോൺഗ്രസ് നടന്ന ഭുവനേശ്വറിൽ വെച്ചാണ്. അത് ഓൾറെഡി ഞാൻ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ കാര്യമാണ്. സബ്യസാചി ഭട്ടാചാര്യ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഹിസ്റ്റോറിയൻ ആയിരുന്നു, മരിച്ചുപോയി. ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്യുന്നല്ല, ഹിസ്റ്ററി എഴുതി ഉണ്ടാക്കുന്ന ആളാണ് ഹിസ്റ്റോറിയൻ. അപ്പൊ ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ഹിസ്റ്റോറിയൻ ആയിരുന്നു സബ്യസാചി, SABYA, സബ്യസാചി ഭട്ടാചാര്യ. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്, ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പബ്ലിക് സെക്ടർ കമ്പനിയാണ് ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ്. അതിന്റെ ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ R. മാധവൻ. ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്സ് ലിമിറ്റഡ് ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ R. മാധവൻ. മൊൺസാന്റോ, MONSANTO, മൊൺസാന്റോ ഒരു സീഡ് മേക്കിംഗ് കമ്പനിയാണ്. ഒരു US ബേസ്ഡ് കമ്പനിയാണ്, സീഡ് മേക്കിംഗ് കമ്പനിയാണ്. സീഡ് മേക്കിംഗ് കമ്പനി എന്ന് പറയുമ്പോൾ വിത്തുകൾ അഗ്രികൾച്ചർ റിലേറ്റഡ് ആണ്. ജനറ്റിക്കലി മോഡിഫൈഡ് ആയിട്ടുള്ള വിത്തുകൾ, GM, പിന്നെ ബ്രിഞ്ചാൾ എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും, അല്ലെങ്കിൽ BT ബ്രിഞ്ചാൾ എന്നൊക്കെ കേട്ടിട്ടുണ്ടായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഡെവലപ്പ് ചെയ്യുന്ന വേൾഡിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു മൾട്ടിനാഷണൽ കമ്പനിയാണ് മൊൺസാന്റോ. സീഡ് മേക്കറാണ്. പിന്നെ ഇന്ത്യ ഹിസ്റ്ററി ക്രിയേറ്റ് ചെയ്തു, വലിയൊരു ഹിസ്റ്ററി. ഇന്ത്യ ഏഷ്യയിലെ ഒരു കൺട്രിക്കും അച്ചീവ് ചെയ്യാൻ പറ്റിയിട്ടില്ലാത്ത ഒരു വലിയ അച്ചീവ്മെന്റ് ഉണ്ടാക്കി. ഓസ്ട്രേലിയയിൽ ഒരു ക്രിക്കറ്റ് ടെസ്റ്റ് സീരീസ് ജയിച്ച ആദ്യത്തെ ഏഷ്യൻ ടീമായി വിരാട് കോഹ്ലിയുടെ ഇന്ത്യൻ ടീം 2-1 ബോർഡർ ഗാവസ്കർ ട്രോഫി അവര് വിൻ ചെയ്തു. അത് വലിയ ഒരു അച്ചീവ്മെന്റ് ആണ്. ഏഷ്യയിൽ തന്നെ ആദ്യമായിട്ടാണ് ഒരു കൺട്രി അത് വിൻ ചെയ്തത്. ബൊഹീമിയൻ റാപ്സോഡി, BOHEMIAN, ബൊഹീമിയൻ റാപ്സോഡി, RHAPSODY. അതെന്ന് വെച്ചാൽ ഗോൾഡൻ ഗ്ലോബ് വിൻ ചെയ്ത മൂവിയാണ്. ഞാൻ ഗോൾഡൻ ഗ്ലോബ് ഓൾറെഡി പറഞ്ഞു, ഓസ്കാറിനൊക്കെ മുന്നോടിയായിട്ട് ഡിക്ലെയർ ചെയ്യുന്ന ഫേമസ് ആയിട്ടുള്ള മൂവി അവാർഡാണ്. അതിന്റെ ബെസ്റ്റ് മൂവിക്കുള്ള അവാർഡ് കിട്ടിയ മൂവിയുടെ പേരാണ് പറഞ്ഞത്. ഈ ബോർഡർ ഗാവസ്കർ ട്രോഫി ഇന്ത്യ വിൻ ചെയ്തപ്പോ ആ ടെസ്റ്റിൽ മാൻ ഓഫ് ദ സീരീസ് ആയത് ആരെന്ന് പഠിച്ചു വെച്ചേക്കണം. ചേതേശ്വർ പൂജാര. വേൾഡ് ബാങ്കിന്റെ പ്രസിഡന്റ് ആയിരുന്ന ജിം യോങ് കിം റിസൈൻ ചെയ്തു. അദ്ദേഹത്തിന്റെ പകരം ആരെയും അപ്പോയിന്റ് ചെയ്തില്ല. താൽക്കാലികമാണ്. അതുകൊണ്ട് ഇന്ത്യൻ പ്രസിഡന്റ് ആയി മാത്രമാണ് അവര്. വേൾഡ് ബാങ്കിന്റെ CEO ആയ ക്രിസ്റ്റാലിന ജോർജിയേവയാണ് തൽക്കാലത്തേക്ക്. വേൾഡ് ബാങ്കിന്റെ CEO ആണ് അവർ, ഓൾറെഡി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ്. അവരുടെ പേര് ക്രിസ്റ്റാലിന, KRISTALINA, ക്രിസ്റ്റാലിന ജോർജിയേവ, GORGIEVA.
GORGIEVA, ക്രിസ്റ്റാലിന ജോർജിയേവ. വേൾഡ് ബാങ്കിന്റെ ഓൾറെഡി CEO ആണ്, അവരെ താൽക്കാലിക പ്രസിഡന്റായിട്ട് അപ്പോയിന്റ് ചെയ്തു. അതുപോലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ പ്രൊഡിക്ഷൻ അനുസരിച്ച് ഇന്ത്യയുടെ GDP ഗ്രോത്ത് ഈ വർഷം 7.2% ആയിരിക്കും എന്നാണ്. ഇന്ത്യയുടെ GDP ഗ്രോത്ത് റേറ്റ് 7.2% ആയിരിക്കും ദിസ് ഇയർ എന്നാണ് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ഫിനാൻസ് മിനിസ്റ്റർ പറഞ്ഞേക്കുന്നത്. അത് അറിഞ്ഞിരിക്കുക. പക്ഷെ വേൾഡ് ബാങ്ക് പറഞ്ഞത് 7.3% ആയിരിക്കും. അതിപ്പോ ഓൾറെഡി ഈ പീരിയഡ് തുടക്കത്തിൽ പറഞ്ഞ കാര്യമാണ് 7.3%. പക്ഷെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ 7.2% ആണ്. അതുപോലെ ഇന്ത്യയുടെ ഡയറക്ട് ടാക്സ് കളക്ഷൻ കൂടി എന്നൊരു ന്യൂസ് ഉണ്ട്. ഡയറക്ട് ടാക്സ് കളക്ഷൻ പറയുന്നത് മെയിൻലി ഇൻകം ടാക്സ് ആണ്. ഡയറക്ട് ടാക്സ് കളക്ഷനായിട്ട് ബന്ധപ്പെട്ട ഏജൻസിയാണ് CBDT, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ്. ഡയറക്ട് ടാക്സ് കളക്ഷനായിട്ട് ബന്ധപ്പെട്ട ഏജൻസി CBDT, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ്. ഇൻഡയറക്ട് ടാക്സ് കളക്ഷനായിട്ട് ബന്ധപ്പെട്ട ഏജൻസി CBIC, സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്ട് ടാക്സസ് ആൻഡ് കസ്റ്റംസ്. ചന്ദ്രശേഖർ ഘോഷ് ആരാണെന്ന് വെച്ചാല് ബന്ധൻ ബാങ്കിന്റെ ചെയർമാനാണ്. ചന്ദ്രശേഖർ ഘോഷ്. HDFCയുടെ ചെയർമാൻ ഓൾറെഡി പറഞ്ഞിട്ടുള്ളതാണ് ദീപക് പരേഖ്. HDFCയുടെ ചെയർമാൻ ദീപക് പരേഖ്. HDFCയുടെ വൈസ് ചെയർമാൻ KK മിസ്ട്രി, KK മിസ്ട്രി, MISTRY. KK മിസ്ട്രി വൈസ് ചെയർമാൻ HDFC. ചെയർമാൻ HDFC ദീപക് പരേഖ്. ബന്ധൻ ബാങ്കിന്റെ ചെയർമാൻ ചന്ദ്രശേഖർ ഘോഷ്. ആങ് സാൻ സൂക്കി, AUNG and SAN, SW, സൂക്കി, KYI. ആങ് സാൻ സൂക്കി മ്യാൻമറിന്റെ സുപ്രീം ലീഡർ, മ്യാൻമറിന്റെ സ്റ്റേറ്റ് കൗൺസിലർ എന്ന് അവർ അറിയപ്പെടുന്ന മ്യാൻമറിന്റെ സുപ്രീം ലീഡർ, മ്യാൻമറിന്റെ സ്റ്റേറ്റ് കൗൺസിലർ. ഇന്ത്യയില് ലെപ്രസി അല്ലെങ്കിൽ കുഷ്ഠരോഗം ഒരു ഗ്രൗണ്ട് ഫോർ ഡിവോഴ്സ് ആയിരുന്നു. ഡിവോഴ്സ് അല്ലെങ്കിൽ വിവാഹമോചനം നേടാൻ പാർട്ട്ണറിൽ ആർക്കെങ്കിലും ലെപ്രസി പേഷ്യന്റ് ആണെന്നുണ്ടെങ്കിൽ വിവാഹമോചനം നേടാനുള്ള ഗ്രൗണ്ട് ആയിരുന്നു ലെപ്രസി എന്ന് പറയുന്നത്. പക്ഷേ നോ മോർ ആ ഒരു ലെപ്രസി എന്ന് പറഞ്ഞ അവരിൽ ഒരു പ്രോബ്ലം ഇനി മുതൽ ഇന്ത്യയിൽ ഡിവോഴ്സിനായിട്ടുള്ള ഒരു കാരണം ആവത്തില്ല. The Lok Sabha on Monday passed a bill seeking to remove leprosy as a ground for divorce, stating that this was a discriminatory provision for a disease that is now curable. അതായത് ഇപ്പം ലെപ്രസി അല്ലെങ്കിൽ കുഷ്ഠരോഗം എന്ന് പറഞ്ഞാൽ ക്യൂറബിൾ ആണ്. അപ്പൊ അതിന്റെ പേരിൽ ഒരു പാർട്ട്ണറിന് വിവാഹമോചനം നേടാൻ ഇനി മുതൽ പറ്റില്ല എന്നാണ് പാർലമെന്റിൽ നിയമം പാസ്സാക്കാൻ പോണത്. ഇത്രയും കാലം ലെപ്രസി പേഷ്യൻസിന് പാർട്ട്ണറിൽ നിന്ന് ഡിവോഴ്സ് നേടാമായിരുന്നു ആ അസുഖത്തിന്റെ പേര്. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ സുനിൽ അറോറ. ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ സുനിൽ അറോറ. മണിപ്പൂരിന്റെ ചീഫ് മിനിസ്റ്റർ N. ബീരേൻ സിംഗ്. മണിപ്പൂരിന്റെ ചീഫ് മിനിസ്റ്റർ N. ബീരേൻ സിംഗ്. ജയ്റ്റാപൂർ, JITAPUR. വേൾഡിൽ ഏറ്റവും കൂടുതൽ കപ്പാസിറ്റിയുള്ള ന്യൂക്ലിയർ പവർ പ്ലാന്റ് വരാൻ പോകുന്ന മഹാരാഷ്ട്രയിലെ സ്ഥലമാണ്. ഏകദേശം 9,900 മെഗാവാട്ട് ഇലക്ട്രിസിറ്റി പ്രൊഡ്യൂസ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ന്യൂക്ലിയർ പവർ പ്ലാന്റ്. അതിൽ വേൾഡിൽ തന്നെ ഏറ്റവും വലിയ ന്യൂക്ലിയർ പവർ പ്ലാന്റ് ആണ് വരാൻ പ്രപ്പോസ് ചെയ്തിരിക്കുന്ന സ്ഥലമാണ് ജയ്റ്റാപൂർ, മഹാരാഷ്ട്രയിൽ. K. വിജയരാഘവൻ, പ്രിൻസിപ്പൽ സയന്റിഫിക് അഡ്വൈസർ ടു ഗവൺമെന്റ് ഓഫ് ഇന്ത്യ, അല്ലെങ്കിൽ പ്രിൻസിപ്പൽ സയന്റിഫിക് അഡ്വൈസർ ടു പ്രൈം മിനിസ്റ്റർ എന്നും പറയാം. K. വിജയരാഘവൻ, പ്രിൻസിപ്പൽ സയന്റിഫിക് അഡ്വൈസർ. സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ തുഷാർ മേത്ത. സോളിസിറ്റർ ജനറൽ ഓഫ് ഇന്ത്യ തുഷാർ മേത്ത. അപ്പൊ ഇത്രയാണ് ഇന്നത്തെ ഇതുവരെയുള്ള. പിന്നീട് ഹിന്ദു ന്യൂസ് പേപ്പറിന്റെ റിവ്യൂ, പെൻഡിങ് ന്യൂസ് പേപ്പേഴ്സ് ഞാൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഇന്നത്തെ ഹിന്ദു പത്രത്തിനോടൊപ്പം ഡയറി ഓഫ് ഇവന്റ്സ് എന്ന് പറയുന്ന ഒരു സപ്ലിമെന്റ് ഉണ്ട്. അത് എല്ലാ വർഷവും January 10th അവർ റിലീസ് ചെയ്യുന്ന ഒരു സപ്ലിമെന്റ് ആണ്. അതിൽ കഴിഞ്ഞ വർഷത്തെ എല്ലാ പ്രധാന സംഭവങ്ങളും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഇന്നത്തെ ഹിന്ദുവിന്റെ ഡയറി ഓഫ് ഇവന്റ്സ് എന്ന് പറയുന്ന ആ ഒരു സംഭവം കളക്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് വളരെ നല്ലതായിരിക്കും. താങ്ക് യു.